Hi guys, welcome to Amos. എന്റെ പേര് രാംനാഥ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് 6 ചാപ്റ്റർ നമ്പർ 1 നോയിങ് യുവർ നമ്പേഴ്സിലെ ലെക്ചർ നമ്പർ 4 ആണ്. സോ നമുക്ക് ഇന്നത്തെ ഗോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടുഡേസ് ഗോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യും. ഹോംവർക്ക് ഡിസ്കഷൻ അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലെക്ചറിന്റെ ടോപ്പിക്കിലോട്ട് വരും. അതായത് സോർട്ടിംഗ് നമ്മൾ അസെൻഡിങ് ഓർഡറിനെയും ഡിസെൻഡിങ് ഓർഡറിനെ പറ്റിയിട്ടും പഠിക്കും. ഈ ലെക്ചർ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഉള്ള കഴിഞ്ഞ ലെക്ചറുകൾ പോലെ ലെങ്തി ലെക്ചറുകളല്ല, വളരെ ചെറിയൊരു ലെക്ചറാണ്, പെട്ടെന്ന് തീരും. ഒരു അരമണിക്കൂറിൽ വെച്ച് തീർക്കുക എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ്. ഓക്കെ, സോ സോർട്ടിംഗ്. അടുത്ത ടോപ്പിക് സോർട്ടിംഗ് നമ്മൾ എന്തൊക്കെ പഠിക്കും? അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് വരും ഈ ലെക്ചറിന്റെ. അതാണ് ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ്. ഈ ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സും നമ്മുടെ ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ ബി മേക്ക് എന്ന് പറയുന്ന പോലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഒരു യൂസ് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഭയങ്കര വലിയ കോൺസെപ്റ്റ് ഒന്നും അല്ല ഇതിലുള്ളത്. അല്ല, അങ്ങനല്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ഒരു ഡീറ്റെയിൽ ഇതിനെ പറ്റിയിട്ട് നമ്മൾ പോകൂല. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുള്ളൂ. ഷിഫ്റ്റിംഗ് ഡിജിറ്റ്, നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ മാറിക്കഴിഞ്ഞാൽ ആ ഫുൾ നമ്പറിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, അത്ര എഴുതി പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഭയങ്കര വലിയ ലെങ്തി ടോപ്പിക് ഒന്നും അല്ല ഇത്. സോ ഇതൊന്നും ലെങ്തി ടോപ്പിക് അല്ല ഈ എഴുതിയിരിക്കണേ. ഈ ഹോംവർക്ക് ഡിസ്കഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ച. സോർട്ടിങ്ങോ ഈ ഷിഫ്റ്റിംഗ് ഡിജിറ്റോ ഒന്നും ലെങ്തി ടോപ്പിക് അല്ല. സോ ഓക്കെ, നിങ്ങൾ ഇന്നത്തെ ടോപ്പിക് എഴുതിയെടുത്തോ, ഞാൻ അറിയിക്കാം. പോസ് ചെയ്ത് എഴുതിയെടുത്തോ, എന്നിട്ട് നമുക്ക് ഹോംവർക്ക് ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സില്. ഓക്കെ, ഓക്കെ, മാക്കിയാണേ. സോ നമുക്ക് ഹോംവർക്ക് ഡിസ്കഷൻ ചെയ്യാം. അപ്പൊ ഞാൻ ഹോംവർക്ക് ഇവിടെ എഴുതിയിടാം. ഇത് നമുക്ക് ഹോംവർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, അതിന്റെ ടോപ്പിക്കും അതിന്റെ ആൻസേഴ്സും ഒക്കെ. സോ ഇതാണ് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിന് ഇട്ട്. Take 2 digits, say 2 and 3, make 4 digit numbers using both the digit equal number of times. അതായത് വേറൊന്നുമില്ല, ക്വസ്റ്റ്യൻ പറയണത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്. ഈ 2ഉം 3ഉം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ സ്മോളസ്റ്റ്, അത് കണ്ടീഷൻസ് ആണ് കേട്ടോ. ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും, ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ യു മേക്ക് ഇൻ ഓൾ. ഇതാണ് കണ്ടീഷൻസ്. എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ച്. 2 ഡിജിറ്റും ഈക്വൽ നമ്പർ ഓഫ് ടൈം തന്നെ റിപ്പീറ്റ് ചെയ്ത് 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. അതും ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇപ്പൊ ഇവർ നിങ്ങൾക്ക് 2 നമ്പർ തന്നിട്ടുണ്ട്, 2 and 3. ഈ 2 and 3 ഉപയോഗിച്ച 4 ഡിജിറ്റ് നമ്പർ ഉപയോഗിക്കണം. പക്ഷെ ആ 4 ഡിജിറ്റില് 2ഉം 3ഉം ഈക്വൽ നമ്പർ ഓഫ് ടൈം തന്നെ റിപ്പീറ്റ് ആവണം.
അതായത് നിങ്ങൾക്ക് ഒരിക്കലും 2 2 2 3 ഇങ്ങനെ എഴുതാൻ പറ്റൂല എന്ന് പറയണേ. ഈക്വൽ നമ്പർ ഓഫ് ടൈം തന്നെ എഴുതണം. അതായത് 2 2 3 3 ഇങ്ങനെ എഴുതാം. 2 3 2 3 ഇങ്ങനെ എഴുതാം. ഈ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഈക്വൽ നമ്പർ ഓഫ് ടൈം തന്നെ റിപ്പീറ്റ് ആയി. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് 2 2 2 3 എന്നോ 3 3 2 3 ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റില്ല. ഒറ്റസംഖ്യ വരാൻ പാടില്ല. ഈക്വൽ നമ്പർ ഓഫ് ടൈം ആയിരിക്കും രണ്ട് നമ്പർ റിപ്പീറ്റ് ചെയ്യാനുള്ളത് ഒരു ഡിജിറ്റ് എഴുതുമ്പോ, 4 ഡിജിറ്റ് നമ്പർ എഴുതുമ്പോ. ഓക്കെ, സോ അതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ്, ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് നമ്പർ, പിന്നെ മാക്സിമം എത്ര നമ്പറുകൾ വരെ അതുപോലെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അവർ ചോദിക്കണേ. അപ്പൊ നമുക്ക് നോക്കാം. 2 3 ആണ് അവർ തന്നിട്ടുള്ള ഡിജിറ്റ്സ്. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് എത്രയാണ്? അതും ഈക്വൽ നമ്പർ ഓഫ് ടൈം 2 3 റിപ്പീറ്റ് ആയിരിക്കണം അതിൽ. അപ്പൊ അത് എന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ നമ്പർ ഓഫ് ടൈം 2 3 റിപ്പീറ്റ് ആവണം, 4 ഡിജിറ്റ് നമ്പറും ആയിരിക്കണം. 2 ആണോ 3 ആണോ വലുത്? ലെഫ്റ്റില് വലിയ സംഖ്യ എഴുതണം. 3 ആണ് വലുത്. അപ്പോ 3 3 2 2 ഗ്രേറ്റസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് 3 ആണ്. അത് കഴിഞ്ഞ് 3 ആണ്. പിന്നെയാണ് ചെറിയ നമ്പറിലോട്ട് പോകണം. നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടും. അതേ സാധനത്തിന് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയാല സ്മോളസ്റ്റ്. അപ്പോ സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇതിനെ നേരെ തിരിച്ചിട്ടതായിരിക്കും ഗ്രേറ്റസ്റ്റിന്. 2 2 3 3 2233. ഓക്കെ, ശരി. ഇനി അടുത്ത മൂന്നാമത്തേലോട്ട് വരാം. ഹൗ മെനി ഡിഫറെന്റ് നമ്പർ ക്യാൻ യു മേക്ക് ഇൻ ഓൾ? ഇതേ കണ്ടീഷൻ വെച്ച് നിങ്ങൾക്ക് എത്ര മാക്സിമം നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ് എഴുതാം. നമുക്ക് വലുതിൽ ചെറുതിലോട്ട് തന്നെ പോവാം. ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഇതിന്റെ ആൻസർ ആണ്. ഗ്രേറ്റസ്റ്റ് എത്രയാണ്? 3 3 2 2 കോമ. സ്മോളസ്റ്റ് ലാസ്റ്റ് ആണ് എഴുതാറുള്ളത്. വലിയ ചെറുതിലോട്ടാണ് പോണത്. അപ്പൊ സ്മോളസ്റ്റ് ഏറ്റവും ലാസ്റ്റിലായിരിക്കും. 3 3 2 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 3 2 2 3. അല്ല സോറി, 3 2 3 2. വലിയ ചെറുതിലോട്ടല്ലേ? മറ്റത് വീണ്ടും ചെറുതായി പോയി. ഇതിനേക്കാളും ചെറുതായി പോവാത്. 3 2 3 3 2. അത് കഴിഞ്ഞ് 3 2 2 3. ഓക്കെ, അങ്ങനെ 3 ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പറഞ്ഞത് കഴിഞ്ഞു. അടുത്തത് ഇനി 2 കിടക്കുകയാണ്. 2 2 3 3 2. ഓക്കെ, അത് കഴിഞ്ഞ് 2 3 2 3 അടുത്ത നമ്പർ. അത് കഴിഞ്ഞ് ഏറ്റവും സ്മോളസ്റ്റ് 2 2 3 3. സോ നമുക്ക് 6 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. 6 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്. ഈ കണ്ടീഷൻസ് ഇല്ലായിരുന്നെങ്കിൽ കുറെ കൂടി നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. 1 2 3 4 5 6 6 നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതാണ് ആ ഹോംവർക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ. നിങ്ങൾ അത് എഴുതിയെടുക്കുക. നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവര് ഇതിൽ നിന്ന് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ലെക്ചേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിരിക്കാം. അതിൽ നിങ്ങൾ കഴിഞ്ഞ ലെക്ചർ കാണുക, നമ്മുടെ ക്ലാസ്സസ് എല്ലാം കാണുക. അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. എയിമേഴ്സ് ക്ലാസിക്സ് ചാപ്റ്റർ 1 നോയിങ് അവർ നമ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എയിമേഴ്സ് ക്ലാസിക്സ് ചാപ്റ്റർ 1 ലെക്ചർ നമ്പർ 1 അല്ലെങ്കിൽ ലെക്ചർ നമ്പർ 2 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇത് തന്നെയാണോ കിട്ടിയത് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഞാൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആവണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അതുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഹോംവർക്ക് എഴുതിയെടുക്കുക. ആൻസേഴ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. നോക്കുക.
ഓക്കെ, മാക്കയാണേ, മാക്കാൻ പോകണേ. ഓക്കെ, സോ നമ്മുടെ ലെക്ചർ നമ്പർ 4 ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്, സോർട്ടിങ്. അല്ലേ, ഒന്നാമത്തെ സോർട്ടിങ്. എന്താണ് സോർട്ടിങ്? സോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിങ്ങിനെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെ, അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം, അതിനങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സോർട്ടിങ്. എന്തിനാണ് നമ്മളിങ്ങനെ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ നമ്പേഴ്സിനെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം? ഡേറ്റയോ ഇൻഫർമേഷനെയോ ഫോൾഡേഴ്സിനെ, കമ്പ്യൂട്ടറിൽ ഫോൾഡറുകൾ അറേഞ്ച് ചെയ്യുന്ന രീതികളൊക്കെ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്പേഴ്സ് സേവ് ചെയ്യുമ്പോൾ എയിൽ പറഞ്ഞതല്ല, എയിൽ തുടങ്ങുന്ന നമ്പർ അല്ല ഫസ്റ്റ്. ക്ലാസ്സിൽ അറ്റൻഡൻസ് രജിസ്റ്റർ അതുപോലെയാണ്, എയിൽ തുടങ്ങുന്ന ആൾക്കാരുടെ പേരുകളെല്ലാം ഫസ്റ്റ്, പിന്നെ ബിയിലുള്ള, പിന്നെ സി. അതൊരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ഒക്കെ മറ്റൊരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ഇപ്പോ നിങ്ങളിപ്പോ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് വെച്ച് സോർട്ട് ചെയ്യാൻ പറ്റും. അതൊരു പ്രത്യേക ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ഇതിനെല്ലാത്തിനെയും സോർട്ടിങ് എന്ന് തന്നെയാണ് പറയുന്നത്. അറേഞ്ച് ചെയ്യുന്നത്, ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇൻഫർമേഷൻസിനെയോ ഡേറ്റാസിനെയോ മറ്റു ഒബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതകളുള്ള ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേക ക്യാരക്ടേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോർട്ടിങ്, അതായത് ഒബ്ജക്റ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. സോ എഴുതിക്കോ, എന്താണ് സോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ചിങ് എ particular thing in ascending or അല്ലെങ്കിൽ വേണ്ട, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഒന്നും വേണ്ട. പർട്ടിക്കുലർ തിങ്, ഒരു സെക്കൻഡ്, തുറന്നൊഴിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കണേ. ഓക്കെ, മടി. പർട്ടിക്കുലർ തിങ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ, particular order to study about their salient features. സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാലിയന്റ് ഫീച്ചേഴ്സ് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതകളെ പറ്റിയിട്ട്, ഇപ്പൊ ഒരു ഡേറ്റ ആണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ പറ്റിയിട്ടുള്ള പ്രത്യേകതകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ സോർട്ടിങ് രണ്ടു തരത്തിലുണ്ട്, ടൈപ്സ് ഓഫ് സോർട്ടിങ്. ഇവിടെ നമുക്ക് പഠിക്കാം, മാത്തമാറ്റിക്സിൽ ഇപ്പൊ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള സോർട്ടിങ് ആണുള്ളത് NCERT-ൽ. ടൈപ്സ് ഓഫ് സോർട്ടിങ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അസെൻഡിങ് ഓർഡർ, അടുത്തത് ഡിസെൻഡിങ് ഓർഡർ. ഇത് രണ്ടുമാണ് ടൈപ്സ് ഓഫ് സോർട്ടിങ്, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. നിങ്ങൾ നേരത്തെ ഈ വാക്കുകളൊക്കെ കേട്ട് പരിചയമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, എന്നാലും ഞാനിവിടെ എഴുതി. ഒന്നാമത്തെ, രണ്ടാമത്തെ. ഓക്കെ, സോ നമുക്ക് അസെൻഡിങ് ഓർഡറിലോട്ടും ഡിസെൻഡിങ് ഓർഡറിലും വരാം. നിങ്ങൾ ഇത് എഴുതിയെടുത്തോ. ഒബ്ജക്റ്റ് ഒന്നും കൂടി എഴുതിക്കോ. A particular order to study about their salient features. ഓക്കെ, എഴുതിയെടുത്തോ. പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, ഞാൻ ഉടനെ മാറ്റി.
ശരി, ബാക്കിയാണേ. So first type of sorting, ascending order. അസെൻഡിങ് ഓർഡർ. എന്താണ് അസെൻഡിങ് ഓർഡർ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതിൽ നിന്നും വലുതിലോട്ട് മൂവ് ചെയ്യുന്ന, കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ പഠിച്ച പോലെ ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയണേ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ ഹൈറ്റ് തരാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നത്. ആളുകളുടെ ഹൈറ്റുകൾ കമ്പയർ ചെയ്യാൻ, ഹൈറ്റുകളെ ഓർഡറിൽ എഴുതാൻ, അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും. അങ്ങനത്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ പോകെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേറെ വേറെ ആപ്ലിക്കേഷൻസ് വരും. അറേ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അറേ അങ്ങനെയൊക്കെ വരും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിലും ഉണ്ട്, ഞാനത് പറഞ്ഞേ ഉള്ളൂ എടുത്ത്. ഓക്കെ, സോ അസെൻഡിങ് ഓർഡർ ഞാൻ കുറച്ച് ഹൈറ്റ് തരാം. ഇപ്പോ രാഹുൽ എന്ന് പറയുന്ന ഒരാളുടെ ഹൈറ്റ് താഴെ എഴുതുകയാണ് 154 സെന്റിമീറ്റർ. അടുത്ത് രാജീവ് എന്ന് പറയുന്ന ആളുടെ ഹൈറ്റ് 160 സെന്റിമീറ്റർ. അടുത്ത് ആരെ പേര് കൊടുക്കാം? നന്ദന എന്ന് പറയുന്ന ആളുടെ ഹൈറ്റ് ഒരു 156 കൊടുക്കാം സെന്റിമീറ്റർ. ഓക്കെ, 3 പേരല്ലേ, ഒരു 2 പേര് കൂടി. അനാമിക എന്ന് പറയുന്ന ആളുടെ ഹൈറ്റ് ഒരു 145 സെന്റിമീറ്റർ. 4. അടുത്ത ഒന്നുകൂടി. ആരുടെ പേര് കൊടുക്കാം? പേരുകളെന്ന് പറഞ്ഞാൽ റാം, എന്റെ പേര് തന്നെ കൊടുക്കാം. രാംനാഥ്. റാം വേണ്ട. രാംനാഥ് ഹൈറ്റ് നമുക്കൊരു 120 കൊടുക്കാം. അല്ലാണ്ട് പറഞ്ഞ് 140. അയ്യോ, 1400. 140 സെന്റിമീറ്റർ. ഓക്കെ. സോ ഈ ഹൈറ്റുകളെ, അല്ലെങ്കിൽ ഈ ആൾക്കാർ, ഹൈറ്റ് കൂടുതലും കുറവുള്ള ആൾക്കാരില്ല ഉണ്ടല്ലോ ഇതില്. ഈ ആൾക്കാരെ ഹൈറ്റ് എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിൽ നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയാണ്. ഈ ഹൈറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ പേര് ഞാൻ നിങ്ങളുടെ അടുത്ത് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോണേ. അപ്പൊ നിങ്ങൾ നോക്കുന്നത് ഇവിടെ ഏറ്റവും ചെറിയ ഹൈറ്റ് ഉള്ള ആർക്കാണെന്നാണ്. ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് ഹൈറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. heights in ascending order. Ascending order. Heights in ascending order. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ ഹൈറ്റ് ഉള്ള ആർക്കാണ്? രാംനാഥിനാണ്. എനിക്കാണ് ഇവിടെ ഏറ്റവും ചെറിയ ഹൈറ്റ് ഉള്ളത്. 140 ആദ്യം എഴുതി അസെൻഡിങ് ഓർഡറിൽ. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു കോമ ഇട്ടിട്ട് അടുത്ത ഏറ്റവും ചെറിയ ഹൈറ്റ് ആർക്കാണ്? 140 ശേഷം. അത് കഴിഞ്ഞിട്ട് അനാമികയ്ക്കാണ് ഏറ്റവും ചെറിയ ഹൈറ്റ്, അതായത് 145.
എനിക്ക് സെന്റിമീറ്റർ നോക്കി ഇടണം കേട്ടോ, യൂണിറ്റ് എപ്പോഴും ഇടണേ, സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും ചെറിയ ഹൈറ്റ് ആർക്കാണ്? ഇത് കഴിഞ്ഞു, രാംനാഥ് കഴിഞ്ഞു, അനാമിക കഴിഞ്ഞു. അടുത്ത ആർക്കാണ്? രാഹുലിനാണ്. രാഹുലിനാണ് അടുത്ത ചെറിയ ഹൈറ്റ്, അതായത് 154 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് അടുത്ത ഹൈറ്റ് കുറവ് ആർക്കാണ്? അടുത്ത ഹൈറ്റ് കുറവ് നന്ദനയ്ക്കാണ്, 156 സെന്റിമീറ്റർ. 156 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് അടുത്ത ഹൈറ്റ് ഏറ്റവും കുറവ് ആർക്കാണ്? അങ്ങനെ നോക്കണ്ട, ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഏറ്റവും കൂടിയ ഹൈറ്റാണ്. അടുത്ത ആർക്കാണ്? കുറവ് ആർക്കെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ആർക്ക് എന്ന് പറഞ്ഞു എഴുതി പോകുന്നതാണ് നല്ലത്. 140 എഴുതി. അടുത്ത ഹൈറ്റ് കൂടുതൽ ആർക്കാണ്? അനാമികയ്ക്കാണ്. അടുത്ത സ്റ്റെപ്പ്. അടുത്ത ഹൈറ്റ് കൂടുതൽ ആർക്കാണ്? രാജീവിന് ഹൈറ്റ് കൂടുതലാണ്, ബട്ട് സ്റ്റിൽ ഇവിടെ രാഹുലിന്റെ ഹൈറ്റ് 154 അതായത് 156 160 ചെറുത്. അപ്പൊ അതാണ് അടുത്ത് വരാനുള്ള രാഹുൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അടുത്ത ചെറിയ ഹൈറ്റ് ഏതാണ്, അടുത്ത ചെറിയ ഹൈറ്റ് ഏതാണ്, ചെറിയ ഹൈറ്റ് ചോദിക്കാൻ കാരണം നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. അടുത്ത ഹൈറ്റ് ഏറ്റവും കൂടുതൽ ആർക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറുത് അടുത്ത ആർക്കാണ്? ഈ എഴുതിയുള്ളതിൽ ഏറ്റവും ചെറുത് ഇനി രാജീവിനാണ്. രാജീവിനാണ് 160 സെന്റിമീറ്റർ ഉള്ളത്. സോ ഈ ഹൈറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇവരുടെ പേരിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഈ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും? രാംനാഥ് 145, അനാമിക നന്ദന രാഹുൽ 180. അയ്യോ, നന്ദന അല്ലല്ലോ, ആദ്യം നന്ദനയ്ക്ക് മുമ്പ് രാഹുൽ, സോറി തെറ്റിപ്പോയി. രാഹുൽ നന്ദന രാജീവ്. സോ ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡർ ഓഫ് ഹൈറ്റ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നത്. ഓക്കെ, അവരുടെ പേരുകൾ എഴുതാൻ പറഞ്ഞാൽ പേരുകൾ എഴുതാം. അവരുടെ ഹൈറ്റ്സിന് അസെൻഡിങ് ഓർഡർ തന്നെ ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി അവരുടെ പേര് കൂടി വേണമെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതിക്കോ. ഓക്കെ, സോ അത്രേ ഉള്ളൂ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞ എഴുതുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനെ തന്നെ സെയിം കാര്യം തന്നെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയുന്നു. അപ്പൊ എങ്ങനെ എഴുതും? ഓക്കെ, നമുക്ക് ഈ ഹൈറ്റുകൾ മാറ്റണ്ട, നമുക്ക് ആ പേര് മാത്രം ഒന്ന് മാറ്റാം. അടുത്ത ടോപ്പിക്. എഴുതാൻ സമയം തന്നില്ലല്ലേ? എഴുതിയെടുത്തോ. അസെൻഡിങ് ഓർഡർ എഴുതിയെടുക്ക്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കോ. ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. വാല്യൂ INC എന്ന് പറഞ്ഞിട്ട് മേലോട്ട് ആരോ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇൻക്രീസിന്റെ ഷോർട്ടാണ് കേട്ടോ. ഇൻക്രീസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത് നിന്ന് വലതിലോട്ട്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ വാല്യൂസ് കൂടി വരും. അതാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അതാണ് എഴുതിക്കുന്നത്, വാല്യൂ ഇൻക്രീസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, എഴുതിയെടുത്തോ. പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കേ. ഓക്കെ, മാക്കയാണേ, ഫുള്ളല്ല, ആ പേര് മാത്രം. ഡിസെൻഡിങ് എന്നാക്കും അവിടെ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, അതില് ഇവിടെയും കൂടി ഹൈറ്റിനെ ഇനി നിങ്ങൾ ഡിസെൻഡിങ് ഓർഡർ എഴുതണം. ഹൈറ്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ.
ഒരു സെക്കൻഡ്. ഇനി ഹൈറ്റ്സിനെ എങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും? നിങ്ങൾ കുറച്ചൊക്കെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയും നമ്പറിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിനെ ഡിസെൻഡിങ് ഓർഡറിൽ ആക്കണമെങ്കിൽ നേരെ തിരിച്ചിട്ടാ പോരെ. അപ്പോ ഇവിടെ ഹൈറ്റ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണമെങ്കിൽ നേരത്തെ എഴുതിയ കാര്യങ്ങളെ തിരിച്ചിങ്ങനെ എഴുതിയാ പോരെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാ പോരെ, ഇങ്ങനെ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ റൈറ്റ്, കറക്റ്റ് ആണ്. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് അങ്ങനെ തന്നെയാണ്. യു റെക്കഗ്നൈസ്ഡ് ദ പാറ്റേൺ സക്സസ്ഫുള്ളി. മിഷൻ അക്കംപ്ലിഷ്ഡ്. ഓക്കെ. ശരി, നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ നോക്കാം. ഡിസെൻഡിങ് ഓർഡർ നോക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഇവിടെ കൂടുതൽ ആർക്കാണ്? ഏറ്റവും കൂടുതൽ ആർക്കാണ്? രാജീവനാണ്. 160 സെന്റിമീറ്റർ. 160 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും കൂടുതൽ ഹൈറ്റ് ആർക്കാണ്? അടുത്ത ഏറ്റവും കൂടുതൽ ഹൈറ്റ് ആർക്കാണ്? വലുതിയും ചെറുതിലോട്ടാണ്. ഏറ്റവും കുറവെന്ന് ചോദിക്കാണ്ട് കൂടുതലെന്ന് ചോദിക്കുന്നത് ആ സ്റ്റെപ്പ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഏറ്റവും കൂടുതൽ ആർക്കാണ്? നന്ദനയ്ക്കാണ്. 154 സെന്റിമീറ്റർ. 154 സെന്റിമീറ്റർ. അടുത്ത ഏറ്റവും കൂടുതൽ ആർക്കാണ്? അടുത്തത് രാഹുലിനാണ്. 154 156 രാഹുലിന് 154, നന്ദനയ്ക്ക് 156, രാഹുലിന് 154 സെന്റിമീറ്റർ. അടുത്ത ഏറ്റവും കൂടുതൽ ആർക്കാണ്? അനാമികയ്ക്കാണ്. അനാമികയ്ക്ക് എത്രയാണ് ഹൈറ്റ്? 145 സെന്റിമീറ്റർ. അടുത്തതാണ് ഏറ്റവും ചെറുത്. എത്രയാണ്? 140. ആരുടെ? രാംനാഥിന്റെ, എന്റെ 140 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് അവരുടെ പേരെഴുതാം. ഏറ്റവും കൂടുതൽ രാജീവിന്. രാജീവ്. അത് കഴിഞ്ഞ് 156 ആർക്കാണ്? നന്ദനയ്ക്ക്. നന്ദന. അത് കഴിഞ്ഞ് 154 ആർക്കാണ്? രാഹുലിന്. അത് കഴിഞ്ഞ് 145 ആരുടെയാണ്? അനാമിക. അനാമിക. അതായത് 140 എന്റെ രാംനാഥിന്റെ. രാംനാഥ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹൈറ്റ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്. ഓക്കെ, വലുതിൽ നിന്നും ചെറുതിലോട്ട് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ ആണെങ്കിലോ ചെറുതിൽ നിന്നും വലുതിലോട്ട്. ഡിസെൻഡിങ് ഓർഡർ വലുതിൽ നിന്നും ചെറുതിലോട്ട്. ഓക്കെ, എഴുതിയെടുത്തോ ഹൈറ്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കേ. ഇവിടെ വാല്യൂ ഡിക്രീസസ് ഫ്രം, ഇവിടെ ഡിഇസി താഴോട്ട് ആരോ ഷോർട്ട്, ഡിക്രീസസിന്റെ ഷോർട്ടാണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കേ. ഓക്കെ, ബാക്കിയാണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം ഇതില്. ഒരു NCERT ക്വസ്റ്റ്യൻ ആണത്.
ഒരു സെക്കൻഡ് ടെക്സ്റ്റ് എടുത്തോട്ടെ. ഓക്കെ, ഇതാ നോക്കിക്കോ. ഇവിടെ ഞാൻ പടം ഉണ്ട് ഇൻസൈഡ് ടെക്സ്റ്റിൽ. ഞാൻ പടം വരയ്ക്കുന്നില്ല, പടം വരച്ചാൽ ബോറായി പോവും. ഞാൻ അതിന്റെ വാല്യൂസ് മാത്രം എഴുതിയിടാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ടു ബൈ? ഓക്കെ, വിച്ച് ടു ബൈ എന്നിട്ട് അവർ പറയുന്ന ഇതാണ്. Sohan and Rita went to buy an Almirah. അവിടെ ഒരുപാട് അലമാര ഉണ്ടായിരുന്നു. there were many അലമാര. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. there were many almirahs available with their price tags. അപ്പൊ പ്രൈസ് ടാക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ എഴുതിയിട്ട്, ഇതൊക്കെയാണ് പ്രൈസ് ടാക്സ്. 2635 rupees, 2635 റുപ്പീസ് ഒന്നും വേണ്ട, ഇങ്ങനെ ഇട്ടാ മതി, അല്ലെങ്കിൽ ഇടാം. 1897, 2854, 1788, 3975. ഓക്കെ, സോ ഇത്രയാണ് പ്രൈസ് ടാക്സ്. ഓരോ അലമാരയുടെ വില ഇത്രയാണ്. ഓക്കെ, അവിടെ ചെന്നപ്പോ, ഒരു മാർക്കറ്റിലേക്ക് ചെന്നപ്പോ കടയില് വില ഓരോ അലമാരയ്ക്കും ഇത്ര രൂപ വെച്ചെന്നാണ് എഴുതിയിട്ടുള്ളത്. സോ അവരുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് മോർ കോസ്റ്റ്ലി? ഈ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വില കൂടിയത്, അല്ലെങ്കിൽ ഏറ്റവും ചിലവുള്ളത്, ഏറ്റവും വില കൂടിയത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഈസ് മോർ കോസ്റ്റ്ലി? വിച്ച് ഈസ് മോർ കോസ്റ്റ്ലി? ഇവിടെ നോക്ക്, ഏതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില കൂടുതൽ? നമ്മൾ എങ്ങനെ അത് പറയും? കമ്പയറിംഗ് നമ്പേഴ്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഇവിടെ ആൻസർ ചെയ്യണത്. ഏതിനാണ് ഏറ്റവും കൂടുതൽ വില? എങ്ങനെ നോക്കും? ഇവിടെ എല്ലാ ഡിജിറ്റ് സെയിം ആണോ നോക്കും. 4 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 4 ഡിജിറ്റ്, ഡിജിറ്റ്സ് എല്ലാം സെയിം ആണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് റൂളിലോട്ട് വരും. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് നോക്കും എല്ലാത്തിന്റെ. ഇവിടെ 2 ആണ്, 1 ആണ്, 2 ആണ്, 1 ആണ്, 3 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണ്? 1 ആണോ, 2 ആണോ, 3 ആണോ? 3 ആണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോ ഏറ്റവും കോസ്റ്റ്ലി ഇതാണ്. 3975 അല്ലെങ്കിൽ 3975 ആണ് കോസ്റ്റ്ലിയസ്റ്റ് അലമാര. ഓക്കെ,
വിച്ച് ഈസ് എ ലീസ്റ്റ് പ്രൈസിയർ പ്രൈസ് ടാഗ്. അത് ഒരുപാട് ഇംഗ്ലീഷ് ആയി പോയില്ലേ, കുറച്ചുകൂടി എളുപ്പമായിട്ട് എഴുതാം. വിച്ച് ഈസ് ലെസ് എക്സ്പെൻസീവ്. which Almera is less expensive. ഓക്കെ, ഏത് അൽമാരയാണ് ഏറ്റവും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്? അതെങ്ങനെ എഴുതും? ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ എടുത്ത് എഴുതണം, അതാണ് ഏറ്റവും വില കുറഞ്ഞത്. ഓക്കെ, ലെസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ചിലവുള്ളത്. ഏതിനാണ് ഇതില്? ഡിജിറ്റ്സ് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എല്ലാം സെയിം ആണ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ നമുക്ക് കിട്ടും 2, 1 and 3. 3 നമ്മൾ എഴുതി ഗ്രേറ്റസ്റ്റ്, 2 വരില്ല, ഏറ്റവും സ്മോളസ്റ്റ് 1 ആണ്. അപ്പൊ 1ൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട്, 1897 1788. ഇതില് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പൊ നമ്മൾ ഒരു സംഖ്യ റൈറ്റിലോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ കുറഞ്ഞ പ്ലേസ് വാല്യൂലോട്ട് മൂവ് ചെയ്യും ഒരു സ്റ്റെപ്പ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോ ഇവിടെ 8 ആണ്. ഓക്കെ, ഇവിടെ മൂവ് ചെയ്യുമ്പോഴോ ഇവിടെ 7 ആണ്. അപ്പൊ 7 ആണോ 8 ആണോ ഗ്രേറ്റർ? 8 ആണ് ഗ്രേറ്റർ. ഏതാണ് അപ്പൊ സ്മോളർ? 7 ആണ് സ്മോളർ. അപ്പോ ഏറ്റവും ചെലവ് കുറഞ്ഞതൊന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും എക്സ്പെൻസ് ഉള്ളതൊന്നല്ല. കുറഞ്ഞതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഏതാണ്? 7 വരണയാണ്. അപ്പൊ അതിന്റെ ആൻസർ ആണ് 1788 അല്ലെങ്കിൽ 1788, 1788 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, നിങ്ങൾ ഇത് രണ്ടും എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഇത് രണ്ടും എഴുതിയെടുക്കുക. ഈ 2 ക്വസ്റ്റ്യൻ ഇത്ര എഴുതിയെടുത്ത് ഇത് രണ്ടും എഴുതിയെടുക്കുക. ആൻസർ അടക്കം പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കേ. ഓക്കെ, ഓക്കെയാണേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദം ഇൻ അസെൻഡിങ് ഓർഡർ. Arrange the price tag. Price tag ആണ് എഴുതാം. Arrange the price tags in ascending order. എങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലോട്ട്, അങ്ങനെയാണ് എഴുതാനുള്ളത്. അപ്പൊ ഇവിടെ പ്രൈസ് ടാക്സ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ടാഗിൽ നിന്നും ഓരോ സ്റ്റെപ്പ് കൂടി 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 ഏറ്റവും കൂടിയ പ്രൈസ് ടാക്സിലോട്ട് എത്തണം. അപ്പൊ നോക്കിക്കോ, ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂസ് ഏതാണ്? നമ്മൾ നേരത്തെ സ്മോളസ്റ്റ് എഴുതി, ഇതാണ്. അപ്പോ അസെൻഡിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ചെറുതിൽ നിന്നും വലുതിലോട്ടാണ്. അപ്പൊ ആദ്യം എഴുതേണ്ടത് 1788. അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും കൂടിയത് ഏതാണ്? അടുത്ത ഏറ്റവും കൂടിയത് ഏതാണ്? 1897. 1897. അടുത്ത ഏറ്റവും കൂടി അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്? ഈ രണ്ടും പോയിട്ട് ഏറ്റവും കുറഞ്ഞ ഏതാണ്? അങ്ങനെ നോക്കിയാലും മതി. ഏതാണ്? 2635 ആണോ 2845 ആണോ അല്ല 54 ആണോ? നമ്മളപ്പോ നോക്കും, രണ്ടും 4 ഡിജിറ്റ് നമ്പർ ആണ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റും സെയിം ആണ്, 2 ആണ്. അപ്പൊ ഒരു സ്റ്റെപ്പ് നമ്മൾ റൈറ്റിലോട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പ്ലേസ് വാല്യൂട്ട് മൂവ് ചെയ്യും. ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും, ഇവിടെ 8 കിട്ടും. ഓക്കെ, അപ്പൊ 8 ആണോ 6 ആണോ വലുത്? 8 ആണ് വലുത്. അപ്പൊ 6 ആണ് ചെറുത്. അടുത്ത സ്റ്റെപ്പിലുള്ളത് 6 ആണ്. അപ്പൊ എഴുതാനുള്ളത് ഏറ്റവും ചെറുത് ഏതാണ്? 2635 ആണ്. 2635. ശരി, ഇനി അടുത്ത ഏറ്റവും ചെറുതാണ് ഏതാണ്? ചെറുത് 2854. 2854. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഏറ്റവും ഗ്രേറ്റസ്റ്റ് 3975.
3,975. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ കാര്യങ്ങൾ എഴുതുന്നത്. ഏതാണ്? പ്രൈസ് ടാക്സിന്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി നോക്കിയാലോ? നാലാമത്തത്, അറേഞ്ച് പ്രൈസ് ടാഗ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അറേഞ്ച് പ്രൈസ് ടാഗ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, പ്രൈസ് ടാക്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതിൽ നിന്നും ചെറുതിലോട്ട്, വലിയ വാല്യൂസിൽ നിന്നും ചെറിയ വാല്യൂസിലോട്ട്, അതാണ് ഡിസെൻഡിങ് ഓർഡർ. വാല്യൂ ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? സിമ്പിൾ ആണ്. ഇവിടെ ഇരിക്കണേന് നേരെ തിരിച്ചെഴുതിയാൽ മതി. നോക്കിക്കോ, ഇവിടെ നിങ്ങോട്ട് എഴുതിയാൽ മതി. ആ വാല്യൂ ഇങ്ങറ്റം പറഞ്ഞു. അതായത് 3975. അടുത്തത് 2854. അടുത്തത് 2635. അടുത്തത് 1897. അടുത്തത് 1788. ഇങ്ങനെ വാല്യൂസ് ഇവിടെ നിന്ന് എഴുതി തുടങ്ങിയാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസിനെ ഇങ്ങനെ എഴുതി തുടങ്ങിയാൽ നമുക്ക് ഡിസെൻഡിങ് ഓർഡർ കിട്ടും. അല്ലാതെ കോൺസെപ്ച്വലി നോക്കുകയാണെങ്കിൽ കോൺസെപ്ച്വലി ഇങ്ങനെയാണ്. എങ്ങനെ? ആദ്യം ഏറ്റവും വലിയ നമ്പർ എഴുതണം, 3000 സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞ് അടുത്ത ഗ്രേറ്റസ്റ്റ് എഴുതണം. അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? 2854. ആ നമ്പർ കഴിഞ്ഞ് അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? 2635. അത് കഴിഞ്ഞ് അടുത്ത ഗ്രേറ്റസ്റ്റോ 1897. അടുത്തതോ 1788. അങ്ങനെയാണ് കോൺസെപ്ച്വലി നമ്മൾ എഴുതുന്നത്. മറ്റത് ട്രിക്കാണ്. അസെൻഡിങ് ഓർഡർ കിട്ടി, അസെൻഡിങ് ഓർഡറിന് നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറാണ്. ഓക്കെ, സോ നിങ്ങളത് പോസ്റ്റ് വെച്ചിട്ട് എഴുതിയെടുക്കുക. ഈ രണ്ട് ക്വസ്റ്റ്യൻ പോസ്റ്റ് വെച്ചിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഞാനിത് ഉടനെ മാറ്റും. ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു NCERT ക്വസ്റ്റ്യൻ ആണ്. NCERT, ഇതൊരു NCERT ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ബാക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു NCERT ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. Arrange the numbers in ascending order. Arrange the numbers in ascending order. തുറന്നു വെച്ചാലേ ശരിയാവും.
ഇങ്ക ഇങ്ക കൈ മൊത്തമായിടെ, അതുകൊണ്ടാണ് ഞാൻ ഇത് തുറക്കാത്തത്. ഓക്കെ, അപ്പോ A 847, 9754, okay, 8320, 571. അത് കഴിഞ്ഞ് ബി, കുറച്ച് സ്പേസ് ഇട്ട് എഴുതാം, നമുക്ക് ആൻസർ എഴുതാറുള്ളതല്ലേ. ബി. നമ്മുടെ ലെക്ചർ അരമണിക്കൂർ കഴിഞ്ഞു പോയല്ലേ, സോറി ഏട്ടാ, ഇതും മിക്കവാറും 1 മണിക്കൂറാവും. ഞാൻ മാക്സിമം പെട്ടെന്ന് തീർക്കാനാണ് ശ്രമിക്കണേ, ക്ലാസ് കയറി പോകുന്ന ടൈം. 9801, അടുത്ത 25,751, 36,501, അല്ല 36,501, 38,802. ഓക്കെ, സോ ഇതിന് നിങ്ങൾ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒന്ന് എഴുതി നോക്ക്. പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി നോക്ക്. നിങ്ങൾ ഇത് ഞാൻ മാറി നിൽക്കല്ല, ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതി നോക്ക്. എന്നിട്ട് ഞാൻ ഇതിന്റെ ആൻസർ എഴുതും. അപ്പൊ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, നിങ്ങൾ എഴുതിയത് ഞാൻ എഴുതിയത് ശരിയാണോ, ഞാൻ എഴുതിയത് പോലെ തന്നെയാണോ നിങ്ങൾ എഴുതിയത്, നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ എഴുതിയെടുത്തോ പോസ് ചെയ്തിട്ട്. ഓക്കെ, ഞാൻ എന്റെ ആൻസർ എഴുതുകയാണേ. ഓക്കെ, ഫസ്റ്റിന്റെ ആൻസർ അസെൻഡിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്നും വലുതിലോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വാല്യൂ ഇൻക്രീസ് ആയി വരും. അപ്പോ ചെറുതിൽ നിന്ന് വലുതോട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും ചെറുതാണ് എഴുതാൻ. ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? ഡിജിറ്റ്സ് ആദ്യം നോക്കാം. 3 ഡിജിറ്റ് നമ്പർ, 4 ഡിജിറ്റ് നമ്പർ, 4 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ. അപ്പൊ 3 ഡിജിറ്റ് ആണ് സ്മോളസ്റ്റ്, അത് കിട്ടി. 3 ഡിജിറ്റ് ഉള്ള 2 എണ്ണം ഉണ്ട്. ഈ 2 ഡിജിറ്റില് 2 ഡിജിറ്റ് ഉള്ള 2 എണ്ണം ഉണ്ട്. അല്ലല്ല 3 ഡിജിറ്റ്, സോറി 3 ഡിജിറ്റ് ഉള്ള 2 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണം ഉള്ള 3 ഡിജിറ്റിൽ ഏതാണ് ഏറ്റവും ചെറിയ 3 ഡിജിറ്റ്? അതിന് ലെഫ്റ്റ് മോസ്റ്റ് നമ്പറിലോട്ട് പോകണം. അത് നോക്കുമ്പോ എത്ര? 5 8 ഉണ്ട്. 5 ആണോ 8 ആണോ സ്മോളസ്റ്റ്? 5 ആണ് സ്മോളസ്റ്റ്. അപ്പൊ ആദ്യം പറഞ്ഞത് 571. അത് കഴിഞ്ഞു അടുത്ത സ്മോളസ്റ്റ് എഴുതണം. അടുത്ത സ്മോളസ്റ്റ് ഏതാണ്? ഒരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്, അത് തന്നെയാണ് അടുത്ത സ്മോളസ്റ്റ്. ബാക്കിയെല്ലാം 4 ഡിജിറ്റ് നമ്പർ ആണ്, ഇത് 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇതാണ് അടുത്ത സ്മോളസ്റ്റ്, കാരണം ഇത് എഴുതി കഴിഞ്ഞല്ലോ. അതാണ് 847. അത് കഴിഞ്ഞ് അടുത്ത 4 ഡിജിറ്റ് നമ്പർ ആണ്. 4 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ അടുത്തതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? 4 ഡിജിറ്റ് നമ്പറിൽ ഇവിടെ 4 ഡിജിറ്റ് ആണ്, ഇവിടെ 4 ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിലോട്ട് വരും. ഇവിടെ 9 ആണ്, ഇവിടെ 8 ആണ്. 8 ആണോ 9 ആണോ സ്മോളർ? 8 ആണ് സ്മോളർ. അപ്പൊ നമ്മൾ എഴുതും 8320. അത് കഴിഞ്ഞ് ആകെ ഒരു ഒറ്റ ഇതേ ഉള്ളൂ, അത് ഈ നമ്പർ ആണ്. ഇതിനെ അങ്ങ് എടുത്ത് എഴുതും. ഏറ്റവും ഗ്രേറ്റസ്റ്റ് 900,754 ആൻസർ. ഓക്കെ, ഇതാണ് എയുടെ ആൻസർ. ഇതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനൊക്കെ ആൻസർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ആ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, പക്ഷെ നിങ്ങൾ കമന്റിൽ പറയണം, എങ്കിലും എനിക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ പറയണത് എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അടുത്ത ആൻസർ, ബിയുടെ ആൻസർ നോക്കാം. അസെൻഡിങ് ഓർഡർ ആണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ്. അപ്പൊ ആദ്യത്തത് ഏറ്റവും ചെറിയതായിരിക്കണം. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഡിജിറ്റ്സ് വെച്ച് നോക്കാം. ഇത് 5 ഡിജിറ്റ് നമ്പർ ആണ്, ഇത് 5 ഡിജിറ്റ് നമ്പർ ആണ്, ഇത് 5 ഡിജിറ്റ് നമ്പർ ആണ്, ഇത് 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ നോക്കാവൊന്നുമില്ല, ഒറ്റ 4 ഡിജിറ്റ് നമ്പറും ബാക്കിയെല്ലാം 5 ഡിജിറ്റും. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് ആണ്.
അപ്പൊ 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 9801. ഓക്കെ, അടുത്തെല്ലാം 5 ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കാനുള്ള അടുത്ത സ്മോളസ്റ്റ് ഏതാണെന്നാണ്. അടുത്ത സ്മോളസ്റ്റ് ഏതാണ് ഈ 5 ഡിജിറ്റ്സിൽ? നോക്കുമ്പോ എല്ലാം 5 ഡിജിറ്റ് അല്ലേ, ലെഫ്റ്റ് മോസ്റ്റിലോട്ട് വരും. 2 3 3. അപ്പൊ 3 3 വരില്ല, 2 വരുള്ളൂ. അടുത്ത സ്മോളസ്റ്റ് നോക്കുമ്പോ 2 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എഴുതും 2500 അല്ല 25,751. ഓക്കെ, ഇനി അടുത്ത സ്മോളസ്റ്റ് നോക്കും. അടുത്ത സ്മോളസ്റ്റ് ഏതാണ്? അടുത്ത സ്മോളസ്റ്റ് നോക്കുമ്പോൾ 2 5 ഡിജിറ്റ് നമ്പർ ആണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് 3 ആണ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് കുറഞ്ഞ പ്ലേസ് വാല്യൂയിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ 6 ആണ്, ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തപ്പോ ഇവിടെ 8 ആണ്. 6 ആണോ 8 ആണോ സ്മോളർ? 6 ആണ് സ്മോളർ. അപ്പൊ അടുത്ത് പറഞ്ഞത് 36,501. പിന്നെ അടുത്ത ആകെ ഒരൊറ്റ നമ്പരെ മിച്ചുള്ളൂ, അത് ഇതാണ്. അതിനെ നമ്മൾ എടുത്തതുപോലെ എഴുതും 38,802. ഇതാണ് ബിയുടെ ആൻസർ. ഇതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ നോക്കണേ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. അയ്യോ, മാർക്കർ താഴെ പോയിടെ. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചാൽ മതി, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. പോകെ പോകെ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും, നിങ്ങൾക്ക് തന്നെ കൺസെപ്റ്റ് പിടികിട്ടും. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പിടിയിട്ടില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ലെക്ചേഴ്സ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് പോയി കണ്ടാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, എവിടെയാണ് മനസ്സിലാവാത്ത, ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. ഓക്കെ, സോ എഴുതിയെടുക്കേ. വാങ്ങിക്കാൻ പോവാണേ. പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്ക്. വാങ്ങിക്കാൻ പോവാണേ. ഓക്കെ, അടുത്ത അറേഞ്ച് ചെയ്ത നമ്പർ ഇൻ ഡിസെൻഡിങ് ഓർഡർ. വലുതിൽ നിന്ന് ചെറുതിലോട്ട് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, അതിലെ 5,000, അടുത്തത് 7,500, അത് കഴിഞ്ഞ് 85,400, അത് കഴിഞ്ഞ് 7,861. ഓക്കെ, അത് കഴിഞ്ഞ് ബി 1,971. അത് കഴിഞ്ഞ് 45,321. അത് കഴിഞ്ഞ് 88,715. അത് കഴിഞ്ഞ് 92,547. ഓക്കെ, സോ നിങ്ങൾ ഇത് ചെയ്ത് നോക്ക്. പോസ് വെച്ചിട്ട് ഇതിന്റെ ആൻസറും കൂടി നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ എഴുതുന്നത് വെച്ചിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തു. ഡിസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്നും ചെറുതിലോട്ട് കുറഞ്ഞു വരും വാല്യൂ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോ. ഓക്കെ, ആൻസർ എഴുതാണേ. വലുതിൽ നിന്നും ചെറുതിലോട്ടാണ്. അപ്പൊ ഏറ്റവും വലുതാണ് ആദ്യം എഴുതാറുള്ളത് ഡിസെൻഡിങ് ഓർഡറിൽ. അപ്പൊ ഇവിടെ ഏറ്റവും വലുത് ഏതാണ്? 4 ഡിജിറ്റ് നമ്പർ, 5 ഡിജിറ്റ് നമ്പർ. അപ്പൊ ഓബിയസ് ആണ്, ഒരെണ്ണം മാത്രം 5 ഡിജിറ്റ്, ബാക്കിയല്ല 4 ഡിജിറ്റ്. അപ്പൊ 5 ഡിജിറ്റ് ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ്. ഇത് എഴുതിയാൽ മതി.
85,400. ഇനി അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? എല്ലാം 4 ഡിജിറ്റ് ആണ്. ഇത് പോയി, ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. ബാക്കിയുള്ള 3 അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? 7,000 ആണോ, 7,500 ആണോ, 5,000 ആണോ, 7,861 ആണോ? എല്ലാം 4 ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിലോട്ട് വരും. ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 7. അപ്പൊ 7 എന്തായാലും വരില്ല. അല്ല, 7 ആണ് പറഞ്ഞത്, സോറി. 5 എന്തായാലും വരില്ല. ഓക്കെ, ഈ 7 വരുമ്പോ അടുത്ത ഗ്രേറ്റസ്റ്റ് അല്ലേ നമുക്ക് എഴുതാനുള്ളേ. അടുത്ത ഗ്രേറ്റസ്റ്റില് 2 7 ആണ് പറഞ്ഞത്. 5 ഏറ്റവും ചെറുതാണ്. അപ്പോ അത് ലാസ്റ്റിലേ വരുള്ളൂ. ഈ 7 വന്നിട്ടുള്ളതിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ്? 7,500 ആണോ, 7,861 ആണോ? ഏതാണ് ഗ്രേറ്റർ? അതിന് നമ്മൾ ഒരു സ്റ്റെപ്പ് വീണ്ടും റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഇവിടുന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ 5 ആണ്. ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോഴോ കുറഞ്ഞ പ്ലേസ് വാല്യൂസിലോട്ട് പോകുമ്പോൾ ഇവിടെ 8 ആണ് ഒരു സ്റ്റെപ്പ് പോയപ്പോ. അപ്പൊ ഏതാണ്? 8 ആണോ 5 ആണോ ഗ്രേറ്റർ? 8 ആണ് ഗ്രേറ്റർ. അപ്പൊ എഴുതാനുള്ളത് ഇതാണ്, 7,861. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? അടുത്ത ഗ്രേറ്റസ്റ്റ് ഇതാണ്, 7,500. അടുത്ത ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ അടുത്ത ഗ്രേറ്റസ്റ്റ് ഈ ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ഈ ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ, 5,000. ഞാൻ അടുത്ത ഗ്രേറ്റസ്റ്റ് എന്നും പറയുന്നു, സ്മോളസ്റ്റ് നമ്പർ എന്നും പറയുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവരുത് കേട്ടോ. ഞാൻ അടുത്ത ഗ്രേറ്റസ്റ്റ് എന്ന് പറയും ഈ എഴുതിയിട്ടുള്ള നമ്പറുകളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയുള്ള ആകെ ഒരു നമ്പർ, അതായത് ഇനിയുള്ള ഒരു ഗ്രേറ്റസ്റ്റ്. ഇനി ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞു വന്നുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോഴും 5,000 എത്തിയപ്പോഴും ഈ നമ്പറുകൾ കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഇനി അടുത്ത ഗ്രേറ്റസ്റ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, ഒരൊറ്റ നമ്പറേ ഉള്ളൂ. അത് ഈ കൂട്ടത്തിലെ സ്മോളസ്റ്റ് ആണ്. ഓർഡറിൽ വന്നപ്പോ കഴിഞ്ഞു വന്നപ്പോ അടുത്ത ഗ്രേറ്റസ്റ്റ് ഈ നമ്പറാണ്. അങ്ങനെ മനസ്സിലായില്ലേ? 5 ഡിജിറ്റ് കഴിഞ്ഞു, 4 ഡിജിറ്റ് ആയി. അതിൽ 7,800 വന്നു. അടുത്ത 7,500, 7,861 അതിലോട്ട് വന്നു. പിന്നെ 7,500. പിന്നെ അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ്? ഈ നമ്പർ പോയി. ഇനിയുള്ളതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഇത്. ആ നമ്പർ പോയി. ആ നമ്പർ പോയി. അടുത്തുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഈ 2 നമ്പർ പോയിട്ട് അടുത്തുള്ള ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഇതാണ്. ഈ 3 നമ്പരും പോയാൽ പിന്നെ ആകെ ഉള്ളത് ഈ നമ്പറാണ്. അതിന് അടുത്ത ഗ്രേറ്റസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 5,000. ഓക്കെ, അടുത്ത് ബിയുടെ ആൻസർ നോക്കാം. ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഇത് 4 ഡിജിറ്റ്, 5 ഡിജിറ്റ്, 5 ഡിജിറ്റ്, 5 ഡിജിറ്റ്. അപ്പോ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആണ് എഴുതാനുള്ളത്. ഏറ്റവും ഗ്രേറ്റസ്റ്റ് നോക്കുമ്പോൾ 5 ഡിജിറ്റ് ആയിരിക്കും ഗ്രേറ്റസ്റ്റുകളിൽ വരാനുള്ള. 4 ഡിജിറ്റ് വരില്ല, കാരണം അത് ഏറ്റവും ചെറുതാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം 5 ഡിജിറ്റ് ആണ്. ഈ 5 ഡിജിറ്റിൽ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് നോക്കിയപ്പോൾ 4, 8, 9. 4 ആണോ 8 ആണോ 9 ആണോ ഗ്രേറ്റസ്റ്റ്? 9 ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പോ ആൻസർ നേരിക്കോ. അതിന്റെ നോക്കിയോ, 92,547. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതാണ്? അടുത്ത ഗ്രേറ്റസ്റ്റ് ഇതാണല്ലേ, 8 വരുന്നതാണ് അടുത്ത ഗ്രേറ്റസ്റ്റ്. 88,715. അടുത്ത ഗ്രേറ്റസ്റ്റ് ഇതാണ്. അടുത്ത 5 ഡിജിറ്റിൽ ഇത് മാത്രമേ ഉള്ളൂ, 45,321. അടുത്ത ഗ്രേറ്റസ്റ്റ് ഇതാണ്. അടുത്ത ഈ ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ ഗ്രേറ്റസ്റ്റ് ആയിട്ടും സ്മോളസ്റ്റ് ആയിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ. ഉള്ളതിൽ സ്മോളസ്റ്റ് ഇതാണ് കൂട്ടത്തില്. ഈ എഴുതി കഴിഞ്ഞ എല്ലാ നമ്പറും പോയി കഴിഞ്ഞാൽ മിച്ചം പറഞ്ഞ ഈ നമ്പറാണ്. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എഴുതും, അതാണ് സ്മോളസ്റ്റ് നമ്പർ. കാരണം അത് 4 ഡിജിറ്റ് ആണ്, ബാക്കിയെല്ലാം 5 ഡിജിറ്റ് ആണ്. 1,971. 1,971. ഇവിടെ ഓക്കെ, സോ അതാണ് അതിന്റെ ആൻസർ. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കുക, കമന്റ് ചെയ്യുക ആൻസേഴ്സ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് എന്താണ്? ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ്. നിങ്ങൾ എഴുതിയെടുത്തോ, പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്തോ.
ഓക്കെ, ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ് അടുത്ത ടോപ്പിക്. ബാക്കിയാണേ. രണ്ടാമത്തെ ടോപ്പിക് ലെക്ചറിലെ ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ്. ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ് ഷിഫ്റ്റിംഗ് ഡിജിറ്റ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ടൈൽ വെച്ച് തരാം, അല്ലെങ്കിൽ 3 ബോക്സ് വെച്ച് തരാം. Five, 7, 9. 5, 7, 9. ഓക്കെ, ഇവിടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എപ്പോഴാണ് ഏത് ടൈലിനെ എടുത്ത് എങ്ങോട്ട് മാറ്റുമ്പോഴാണ് ഇതിന്റെ വാല്യൂ ഗ്രേറ്റസ്റ്റ് ആവണേ? ഇപ്പോ അതായത് പ്ലേസ് വാല്യൂ നമ്പറിന്റെ മാറിക്കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഓൾ നമ്പറിന്റെ വാല്യൂ തന്നെ അങ്ങ് മാറും. അതായത് ഇപ്പൊ ഇതിനെ 2 ഇങ്ങനെ ആക്കുകയാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ഇവിടെ 9 ഈ ടൈലിനെ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ ടൈലെടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ 5, ഇവിടെ 7. അതായത് ഈ 2 ടൈലില്ലേ, ഇത് ഞാൻ തിരിച്ചിട്ടു. അപ്പൊ പ്ലേസ് വാല്യൂ മാറിയാണ്ട. അതായത് 9000 അല്ല, 759 അല്ല, 957. അതായത് പ്ലേസ് വാല്യൂ മാറി. അതായത് 9 ഞാൻ ഇവിടെ വൺസിന്റെ പ്ലേസിൽ നിന്ന് ഇവിടെ എടുത്ത് വെച്ചപ്പോ എന്താണ് 9 ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ പോയി, 7 വൺസിന്റെ പ്ലേസിൽ വന്നു. ഇങ്ങനെ വന്നപ്പോ ഈ ഓൾ നമ്പറിന്റെ തന്നെ വാല്യൂ അങ്ങ് മാറിപ്പോയി. ഇത് 759 ആണെങ്കിൽ ഇത് 957 എന്നായി, നമ്പർ ഗ്രേറ്റർ ആയി. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. അതായത് ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകളെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രേറ്റസ്റ്റ് കിട്ടുന്നത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസിൽ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ നമ്പറിന്റെ മാറിക്കഴിഞ്ഞാൽ, ഒരു നമ്പറിന്റെ പോലും പ്ലേസ് വാല്യൂ മാറി ഇപ്പുറത്തോ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഓൾ നമ്പറിനെ, ആ മൊത്തം നമ്പറിനെ തന്നെ അത് ബാധിക്കും. മൊത്തം നമ്പറിനെ തന്നെ അത് ഗ്രേറ്റസ്റ്റോ സ്മോളസ്റ്റോ ആക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇത് പറഞ്ഞു തരുന്ന കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആ കോൺസെപ്റ്റ്. ഓക്കെ, സോ നമുക്ക് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഉള്ളതിൽ ഏറ്റവും ചെറിയ ടോപ്പിക്കാണ്. സോ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഒരു ക്വസ്റ്റ്യൻ തരാം NCERT-യില്. NCERT-യിൽ ഇതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ നോക്കിയപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, 821 ഇതിൽ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സ്മോളസ്റ്റ് നമ്പർ കിട്ടണേ? സ്മോളസ്റ്റ് നമ്പർ ഇതിനെ ഇങ്ങനെ എഴുതുമ്പോ, അതായത് 1 ഇവിടെയും 8 ഇവിടെയും വരുമ്പോ സ്മോളസ്റ്റ് ഇങ്ങനെ എഴുതുമ്പോഴാണ് സ്മോളസ്റ്റ് 128. അതായത് 1-നെ 8-ന്റെ അവിടെ, 8-നെ 1-ന്റെ അവിടെ, വൺസിന്റെ പ്ലേസിലും ഹൺഡ്രഡ്സിന്റെ പ്ലേസിലായിട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോ നമുക്ക് 128 സ്മോളസ്റ്റ് നമ്പർ ആണ് കിട്ടിയത്. അതായത് നമ്പറിന്റെ പ്ലേസ് വാല്യൂ മാറിയപ്പോ മൊത്തം നമ്പറിനെ തന്നെ ബാധിച്ചു. ആ നമ്പറിന്റെ ഐഡന്റിറ്റി തന്നെ മാറിപ്പോയി. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ ഹോംവർക്ക് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ടോപ്പിക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതിയെടുത്തോ.
ഓക്കെ, ഇതാണ് ഇത്രയുള്ള കോൺസെപ്റ്റ്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്തോ. ഇവിടെ ഇങ്ങനെ ആരോ എടുത്തോ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.